ജൂൺ 4 വരെ എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ മുന്നണികളും തിളങ്ങുന്ന ജയം നേടും. 4 അത് ഒരു സ്ഥാനാർത്ഥിയും ഒരു മുന്നണിയും ഒരു പാർട്ടിയും ഒക്കെയായി മാറുകയും ചെയ്യും. നമുക്കറിയാവുന്നതാണ് ഈ രസതന്ത്രം. എന്നാൽ ഇപ്പോൾ മുന്നണികൾ അവരവരുടെ വിജയസാധ്യത വിലയിരുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകളാണ്. ആദ്യം LDF ആണ് വിലയിരുത്തിയത്. അവർക്ക് 12 സീറ്റ് ഉറപ്പായി കിട്ടുമെന്നും 8 സീറ്റിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നും അതിൽ 3 മുതൽ 5 വരെ വീണ്ടും കിട്ടാമെന്നുമാണ് അവരുടെ വിലയിരുത്തൽ. എനിക്ക് തോന്നുന്നത് ഏതൊക്കെ മണ്ഡലങ്ങളെന്നുള്ള കാര്യം വ്യക്തമായി അവർ പറഞ്ഞിരുന്നില്ല. കോൺഗ്രസ് ആകട്ടെ വിലയിരുത്തി പ്രഖ്യാപിച്ചത് അവർ മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും വിജയിക്കുമെന്നാണ്. അതിൽ അവർ കടുത്ത മത്സരമെന്ന് പറഞ്ഞത് ആറ്റിങ്ങൽ, മാവേലിക്കര, തൃശ്ശൂർ, കണ്ണൂർ എന്നീ മണ്ഡലങ്ങളിലാണ്. അതും അവസാനം കിട്ടുമെന്നാണ് അവർ വിലയിരുത്തുന്നത്. അങ്ങനെയാണ് രണ്ട് മുന്നണികളും പറഞ്ഞതെങ്കിൽ ഇപ്പോൾ BJPയുടെയും കണക്കുകൾ പുറത്തു വന്നു. അവർ പറയുന്നത് 2 സീറ്റ് ഉറപ്പ്, ബാക്കി 2 സീറ്റുകളിൽ കടുത്ത മത്സരം, അതിൽ അട്ടിമറി സാധ്യതയുണ്ടാവും. ഉറപ്പായ 2 സീറ്റുകൾ ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശ്ശൂരുമാണ്. രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച തിരുവനന്തപുരത്ത് 2019 കിട്ടിയ 3,16,000 വോട്ടെന്ന് പറയുന്നത് വർദ്ധിച്ച് 3,60,000 വോട്ടാകുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. 12,000 വോട്ട് ഭൂരിപക്ഷത്തിനാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് വിജയിക്കാൻ പോകുന്നത്. 2ാം സ്ഥാനത്ത് ശശി തരൂരാണ്. അതിൻ്റെ കണക്കുകൾ പറഞ്ഞു വെക്കുന്നതിൽ അവർ ലീഡ് സഹിതം പറഞ്ഞിട്ടുമുണ്ട്. നേമത്ത് 20,000 വോട്ടിൻ്റെ ലീഡ് BJP സ്ഥാനാർത്ഥിക്ക് കിട്ടും. തിരുവനന്തപുരം സിറ്റിയിൽ 5,000, കഴക്കൂട്ടത്ത് 8,000, വട്ടിയൂർക്കാവിൽ 15,000 എന്നിങ്ങനെയാണ് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുമെന്ന് അവർ വിലയിരുത്തുന്ന മണ്ഡലങ്ങൾ. പാറശാലയിൽ 2ാമതെത്തും. കോവളവും നെയ്യാറ്റിൻകരയും 3ാം സ്ഥാനത്താണെങ്കിലും സ്ഥിതി മെച്ചപ്പെടുത്തും. അങ്ങനെ തങ്ങളുടെ സ്ഥാനാർത്ഥി 12,000 വോട്ടിന് വിജയിക്കുമെന്ന് പറയുന്നു. പിന്നെ പണ്ട് മുതൽ നമ്മൾ ട്രോളായി പറയുന്ന തൃശ്ശൂർ ഇത്തവണ അങ്ങെടുക്കുമെന്ന് തന്നെയാണ് BJPയുടെ വിലയിരുത്തൽ. ഏതാണ്ട് 4 ലക്ഷം വോട്ട് അവിടെ സുരേഷ് ഗോപി സ്വന്തമാക്കുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. 3,80,000 വോട്ട് നേടി 2ാം സ്ഥാനത്ത് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ എത്തുമത്രേ. എന്ന് വെച്ചാൽ 20,000-ഓളം വോട്ടുകൾക്കായിരിക്കും സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുക. തൃശ്ശൂർ, മണലൂർ, ഇരിങ്ങാലക്കുട എന്നീ മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി 1ാമതെത്തുമെന്നും ലീഡ് നേടുമെന്നും നാട്ടിക, പുതുക്കാട് തുടങ്ങിയ 2 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തായിരിക്കുമെന്നും ഈ 3 മണ്ഡലങ്ങളിലെ ലീഡ് കൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് 20,000 വോട്ടിന് വിജയിക്കാൻ കഴിയുമെന്നുമാണ് അവരുടെ വിലയിരുത്തൽ. പിന്നീട് അവർ സാധ്യത പറയുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് കേന്ദ്രമന്ത്രി കൂടിയായ V മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങലും പിന്നൊന്ന് പത്തനംതിട്ടയുമാണ്. ആറ്റിങ്ങലിൽ 3 ലക്ഷം വോട്ട് ഉറപ്പായും V മുരളീധരന് ലഭിക്കുമെന്നും വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ് എന്നീ 3 അസംബ്ലി മണ്ഡലങ്ങളിൽ മുരളീധരൻ ലീഡ് ചെയ്യുമെന്നുമാണ് പറയുന്നത്. കൂടാതെ ഈ പറയുന്ന പത്തനംതിട്ടയിലും കഴിഞ്ഞ തവണ സുരേന്ദ്രൻ നേടിയ വോട്ടിനോടൊപ്പം ഇപ്പോഴത്തെ അനുകൂല സാഹചര്യത്തിൻ്റെ വോട്ട് കൂടി സ്വന്തമാക്കി അനിൽ ആൻ്റണിയും അട്ടിമറി വിജയം നേടുമെന്നും പറയുന്നു. കൂടാതെ സംസ്ഥാനത്തൊട്ടാകെ 20% വോട്ട് വിഹിതം തങ്ങളുടേതായിരിക്കുമെന്നും ഈ BJP വിലയിരുത്തുന്നു. ചുരുക്കത്തിൽ 3 മുന്നണികളും കൂടി അവകാശപ്പെടുന്ന സീറ്റുകളിൽ അവർ പറഞ്ഞതുപോലെ വിജയിക്കണമെങ്കിൽ കേരളത്തിന് ഇനി 3 ഇരട്ടി സീറ്റുണ്ടാവണം. അതിന് തരമുണ്ടാവില്ല. ഏതായാലും 4-ാം തീയതി ആകുമ്പോൾ ഈ കണക്കുകളിൽ നമുക്ക് വ്യക്തതയുണ്ടാവും.